മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഖദീജ റളിയല്ലാഹു അൻഹയോടുള്ള സ്നേഹം അങ്ങനെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടെന്നപ്പോഴാണ് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഈ ഖുറൈശികളുടെ കൂട്ടത്തിൽ മക്കയിൽ വേറെ പെണ്ണുങ്ങളൊന്നും ഇല്ലാത്ത പോലെയാണല്ലോ നിങ്ങളെ വർത്താനം കേട്ടാൽ. ഇതിങ്ങനെ എപ്പോഴും ആ ഖദീജയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാക്കുണ്ട്, ആ പല്ലൊക്കെ പോയ മോണൊക്കെ ചുവന്ന ആ വയസ്സായ ആളെ പറ്റിയല്ലേ ഈ പറയണത്. എന്തിനാ ഇതിങ്ങനെ വേറെ സ്ത്രീകളൊന്നും ഇല്ലാത്ത പോലെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അള്ളാഹു നിങ്ങൾക്ക് അതിനൊക്കെ പകരം തന്നിട്ടില്ലേ. ഇത് ഒരു ഭാര്യയുടെ മാനസികാവസ്ഥയാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ പൊസസീവ്നെസ് ഉള്ള ഒരു ഭാര്യയുടെ മാനസികാവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ എന്നെ തന്നിട്ടില്ലേ പഠിച്ചോനെ, പിന്നെ ഇങ്ങനെ എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കണോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുഖം വിവരണമായി. അദ്ദേഹം സാധാരണ ആയിഷ റളിയല്ലാഹു അൻഹയോട് കടുപ്പിച്ച് സംസാരിക്കാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഇല്ല ആയിഷ, അതിനേക്കാൾ നല്ലത് പഠിച്ചോൻ എനിക്ക് തന്നിട്ടില്ല. ഖദീജ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത സമയത്ത് അവരാണ് എന്നിൽ വിശ്വസിച്ചത്, അവരാണ് എന്നോട് എല്ലാ അർത്ഥത്തിലും സഹകരിച്ചത്, അവരുടെ സമ്പത്താണ് എനിക്ക് വേണ്ടി ചെലവഴിച്ചത്, അവരിലാണ് എനിക്ക് കുട്ടികളുണ്ടായത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, അതിന് ശേഷം ഖദീജാൻ്റെ പേര് നബിയോട് പറയാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കാരണം ഇത് ഖദീജ റളിയല്ലാഹു അൻഹ അതിനെ അങ്ങോട്ട് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പം ഞാനായിട്ട് ഇനി ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറയുന്നത് മുഴുവൻ കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പറയാറില്ലായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്.